ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ മാഞ്ചൗ സൂപ്പാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മാഞ്ചൗ സൂപ്പ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് എല്ലുള്ളതും ഇല്ലാത്തതുമായ ഒരു 7-8 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ഗ്ലാസ് വെള്ളം ഇവ ചേർത്ത് കൊടുത്ത് ഒരു 4 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കണം. 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് നമുക്ക് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക്, ഒരു ഉള്ളിയുടെ കാൽഭാഗം, സ്പ്രിംഗ് ഓനിയൻ്റെ അടിഭാഗം, ക്യാരറ്റ് ഒരു കഷ്ണം ക്യാബേജ്, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഷിംല മിർച്ച്, ഇവയൊക്കെയാണ്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓനിയൻ, കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തത്, ചിക്കൻ സ്റ്റോക്കും. ഇവയൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് സൂപ്പിലേക്കുള്ള. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ബട്ടർ ഒന്ന് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓനിയൻ്റെ അടിഭാഗം അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് സോഫ്റ്റായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. സോഫ്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മാത്രം മതി. ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു രോഗം പടർന്നു പിടിക്കുന്ന അവസ്ഥയിൽ ചൂടോടെ ഒരു സൂപ്പ് ഈവനിങ്ങിൽ വൈകുന്നേരം കുടിക്കുന്നത് എല്ലാവർക്കും ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഹോട്ടലിലെല്ലാം പോയാൽ ആദ്യം തന്നെ സൂപ്പ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു താല്പര്യമാണ്. ഇതിലേക്ക് നമുക്ക് ബാക്കി പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ 4 ആൾക്കാർക്ക് വേണ്ടിയുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയുള്ള പച്ചക്കറികളാണ് 1 കഷ്ണം ക്യാരറ്റും അതുപോലെ തന്നെ ഓരോ കഷ്ണം മാത്രമേ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. എല്ലാം വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് എരിവും അതേപോലെ തന്നെ പുളിരസമെല്ലാം കുറച്ച് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് സൂപ്പിന് വളരെ സ്വാദ് നൽകുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 4 ആൾക്കാർക്ക് വേണ്ടിയുള്ള സൂപ്പാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും 1/2 ടീസ്പൂൺ സോയാ സോസും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൂപ്പൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കലക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് സൂപ്പ് തിളക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാനൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൂപ്പ് കുടിക്കുമ്പോൾ ഒരു വെള്ള പാട പോലെ അതിൽ കാണാൻ പറ്റുമായിരിക്കും. അതിൽ ചേർത്ത് കൊടുക്കുന്ന മുട്ടയാണ്. ഒരു മുട്ട കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കലക്കിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂപ്പ് ഒന്ന് തിക്കായിട്ടുണ്ട്. അധികം തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറിൻ്റെ അളവൊന്ന് കൂട്ടിയെടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സിർക്ക കൂടി ഒഴിച്ചു കൊടുത്തു. ഈ സമയത്ത് തന്നെ നമുക്ക്
മല്ലിയില അരിഞ്ഞെടുത്തതും അതുപോലെ സ്പ്രിംഗ് ഓനിയനും അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഇതിലേക്ക് അത് പാടയുടെ രൂപത്തിൽ നമുക്ക് ചേർത്ത് കഴിക്കാൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സൂപ്പ് റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ സൂപ്പ് സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.